നമസ്കാരം. സൗന്ദര്യം ഈ വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിലേക്ക് എന്താ ആദ്യം വരുന്നത്? ഒരുപക്ഷെ പുറമേ കാണുന്ന രൂപഭംഗിയായിരിക്കും അല്ലേ? എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കാലത്തിനും മായ്ക്കാൻ കഴിയാത്ത, ഒരിക്കലും വാടാത്ത ഒരു സൗന്ദര്യത്തെക്കുറിച്ചാണ്. നമ്മുടെ ഉള്ളിൽ നിന്നും, നമ്മുടെ സ്വഭാവത്തിൽ നിന്നും, സദ്ഗുണങ്ങളിൽ നിന്നും വരുന്ന ആ യഥാർത്ഥ സൗന്ദര്യത്തെക്കുറിച്ച്. ഈയൊരു യാത്രയില് നമുക്ക് വഴികാട്ടിയാകുന്നത് പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ സദ്ഗുണോം കി സൗന്ദര്യ സജ്ജ എന്ന ആഴത്തിലുള്ള അറിവുകൾ നിറഞ്ഞ പുസ്തകമാണ്. ഈ പുസ്തകത്തിലെ ആശയങ്ങളിലൂടെ എങ്ങനെയാണ് നല്ല ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തെ ഇത്രയധികം മനോഹരമാക്കുന്നതെന്ന് നമുക്ക് ഒരുമിച്ച് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ ആദ്യം ചോദിച്ച ആ ചോദ്യം, എന്താണൊരു വ്യക്തിയുടെ യഥാർത്ഥ സൗന്ദര്യം? അതിന്റെ ഉത്തരം ഏതെങ്കിലും സൗന്ദര്യവർദ്ധക വസ്തുക്കളിലോ വില കൂടിയ വസ്ത്രങ്ങളിലോ അല്ല ഒളിഞ്ഞിരിക്കുന്നത്. അല്ല, അത് നമ്മുടെ ഓരോ ദിവസത്തെയും പ്രവൃത്തികളില്, നമ്മുടെ പെരുമാറ്റത്തില്, നമ്മുടെ വാക്കുകളിലാണുള്ളത്. ആ സൗന്ദര്യത്തിന്റെ രഹസ്യങ്ങളിലേക്കാണ് നമ്മൾ ഇന്നിറങ്ങിച്ചെല്ലാൻ പോകുന്നത്. നമ്മുടെ സ്വഭാവരൂപീകരണത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അതാണ് ആത്മീയ മര്യാദകൾ. ഇത് ഏതെങ്കിലും മതപരമായ ചടങ്ങുകളെക്കുറിച്ചല്ല കേട്ടോ, മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള അച്ചടക്കത്തെയും മറ്റുള്ളവരുടെ വിശ്വാസങ്ങളോടുള്ള ബഹുമാനത്തെയും കുറിച്ചാണ്. ഇവിടെയാണ് നമ്മൾ ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത്. ആത്മീയത എന്നത് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നൊരു കാര്യം മാത്രമല്ല, അത് നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പാലിക്കേണ്ട ഒരു മര്യാദ കൂടിയാണ്. എന്റെ പ്രാർത്ഥന മറ്റൊരാൾക്കൊരു ശല്യമാകരുത്, എന്റെ വിശ്വാസം കാരണം മറ്റൊരാളുടെ സമാധാനം നഷ്ടപ്പെടരുത്. അതാണ് യഥാർത്ഥ ആത്മീയതയുടെ സൗന്ദര്യം. പുണ്യസ്ഥലങ്ങളില് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നത് നമ്മുടെ ഉള്ളിന്റെ ഒരു കണ്ണാടി പോലെയാണ്, അല്ലേ? അമ്പലത്തിലോ പള്ളിയിലോ കയറുമ്പോൾ ചെരുപ്പ് പുറത്തഴിച്ചിടുന്നത് പോലുള്ള വളരെ ചെറിയ കാര്യങ്ങൾ, അതുപോലും ആ സ്ഥലത്തോടുള്ള നമ്മുടെ വിനയത്തെയും ബഹുമാനത്തെയുമാണ് കാണിക്കുന്നത്. ഈ ലളിതമായ പ്രവൃത്തികളിലാണ് നമ്മുടെ സംസ്കാരത്തിന്റെ ആഴം വ്യക്തമാവുന്നത്. ശരി, അപ്പൊ നമ്മുടെ ആന്തരികമായ അച്ചടക്കത്തിൽ നിന്ന് നമുക്ക് നേരെ പുറംലോകത്തേക്ക് വരാം. പൊതുസ്ഥലങ്ങളിൽ ഒരുപാട് അപരിചിതരുടെ ഇടയിൽ നമ്മുടെ സ്വഭാവം എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത്? ഇവിടെയാണ് നമ്മുടെ വ്യക്തിത്വത്തിന്റെ സൗന്ദര്യം ശരിക്കും പരീക്ഷിക്കപ്പെടുന്നത്. പൊതുജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ പാഠം ക്ഷമയാണ്. ഒരു ടിക്കറ്റ് കൗണ്ടറിൽ ഉന്തും തള്ളും കൂട്ടി മറ്റൊരാളെ മാറ്റിയിട്ട് മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്നത് നമ്മുടെ അക്ഷമയെയാണ് കാണിക്കുന്നത്. അത് മറ്റുള്ളവരുടെ സമയത്തെയും അവകാശങ്ങളെയും നമ്മൾ മാനിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ്. എന്റെ സൗകര്യം പോലെ തന്നെ മറ്റൊരാളുടെ സൗകര്യവും പ്രധാനപ്പെട്ടതാണ് എന്ന തിരിച്ചറിവാണ് യഥാർത്ഥ സംസ്കാരം. വരി നിൽക്കുക. ഇതൊരു എത്ര ലളിതമായ കാര്യമാണല്ലേ? പക്ഷേ ഈയൊരു പ്രവൃത്തി ഒരു പുരോഗമന സമൂഹത്തിന്റെ അടിസ്ഥാന അടയാളങ്ങളിലൊന്നാണ്. അത് വെറുമൊരു നിയമം പാലിക്കലല്ല, മറിച്ച് നിങ്ങളുടെ ഊഴം പോലെ തന്നെ എന്റെ ഊഴവും പ്രധാനമാണ് എന്ന് നമ്മൾ നിശബ്ദമായി അങ്ങോട്ടുമിങ്ങോട്ടും പറയുന്ന പരസ്പര ബഹുമാനത്തിന്റെ ഏറ്റവും വലിയൊരു പ്രകടനം കൂടിയാണത്. പൊതുസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് പിഴ കിട്ടാതിരിക്കാൻ വേണ്ടി മാത്രമുള്ള ഒന്നല്ല, അത് നമ്മുടെ നാടിനോടുള്ള നമ്മുടെ സ്നേഹമാണ്. നമ്മൾ അലക്ഷ്യമായി വലിച്ചെറിയുന്ന ഒരു ചെറിയ കടലാസ് പോലും നമ്മുടെ സമൂഹത്തിന്റെ മുഖത്ത് വീഴുന്ന ഒരു കറയാണ്. നമ്മുടെ ഓരോ പ്രവൃത്തിയും ഒരു തെരഞ്ഞെടുപ്പാണ്. സമൂഹത്തിന് ഭാരമാവുകയാണോ അതോ ഒരു മുതൽക്കൂട്ടാവുകയാണോ എന്ന്. അപ്പോ നമ്മൾ ആന്തരിക അച്ചടക്കത്തെക്കുറിച്ചും സാമൂഹിക മര്യാദകളെക്കുറിച്ചും സംസാരിച്ചു. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടത്തേക്ക് വരാം, നമ്മുടെ വ്യക്തിബന്ധങ്ങൾ. ഈ സദ്ഗുണങ്ങൾ നമ്മുടെ സ്നേഹബന്ധങ്ങളെ എങ്ങനെയാണ് കൂടുതൽ ഊഷ്മളവും മനോഹരവുമാക്കുന്നത് എന്ന് നോക്കിയാലോ? മുതിർന്നവരുടെ കാൽ തൊട്ട് വന്ദിക്കുന്നത് വെറുമൊരു ആചാരമായി മാത്രം കാണരുത്. അത് നിങ്ങളുടെ അനുഭവത്തിനും അറിവിനും മുന്നിൽ ഞാൻ വിനയത്തോടെ നിൽക്കുന്നു എന്നതിന്റെ ഒരു പ്രഖ്യാപനമാണ്. നമ്മളിത് ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾ വാക്കുകളിലൂടെയല്ല, നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ് ബഹുമാനം എന്താണെന്ന് ശരിക്കും പഠിക്കുന്നത്. ഒരു നല്ല ആതിഥേയനാവുക എന്നത് വിഭവസമൃദ്ധമായ ഭക്ഷണം കൊടുക്കുന്നത് മാത്രമല്ല, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരു അതിഥിക്ക് ബഹുമാനവും മൂല്യവും നൽകലാണ് ഏറ്റവും പ്രധാനം. അവരുടെ മുന്നിൽ വെച്ച് വീട്ടുകാരെയോ ജോലിക്കാരെയോ വഴക്ക് പറയാതിരിക്കുന്നത്, വെറുതെ സംസാരിച്ച മണിക്കൂറുകളോളം അവരെ പിടിച്ചിരുത്താതെ അവരുടെ സമയത്തെ മാനിക്കുന്നത്, അതൊക്കെയാണ് ആതിഥ്യമര്യാദയുടെ യഥാർത്ഥ സൗന്ദര്യം. അസുഖമായിരിക്കുന്ന ഒരാളെ കാണാൻ പോകുമ്പോൾ നമ്മുടെ പങ്ക് എന്താണ്? അവർക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകുക എന്നതാണ്, അല്ലാതെ കൂടുതൽ വിഷമിപ്പിക്കുകയല്ല. സന്തോഷമുള്ളൊരു മുഖത്തോടെ പ്രത്യാശ നൽകുന്ന നല്ല വാക്കുകൾ സംസാരിച്ച് അവരെ അധികം ബുദ്ധിമുട്ടിക്കാതെ പെട്ടെന്ന് മടങ്ങുന്നതാണ് ഏറ്റവും ശരിയായ രീതി. ഒരു നല്ല അയൽപക്ക ബന്ധത്തിന്റെ അടിത്തറ പണമോ പദവിയോ അല്ല, അത് പരസ്പര സഹായവും സഹാനുഭൂതിയുമാണ്. എന്റെ സന്തോഷത്തിൽ അഹങ്കരിക്കാതെയും എന്റെ ദുഃഖത്തിൽ ഒരുപാട് പരാതിപ്പെടാതെയും
ഒരു സഹായം ആവശ്യമുള്ളപ്പോൾ നിസ്വാർത്ഥമായി മുന്നോട്ട് ചെല്ലുന്നതിലാണ് യഥാർത്ഥ അയൽക്കാരന്റെ സൗന്ദര്യം. സ്വയം മെച്ചപ്പെടുത്താനുള്ള ഈ യാത്ര നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്ക്, അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രീതിയിലേക്ക് വരെ എത്തുന്നുണ്ട്. നമ്മൾ എങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ ആരാണെന്ന് ഒരു പരിധിവരെ പറയും. അത് വെറും ടേബിൾ മാനേഴ്സിന്റെ കാര്യമല്ല. നമ്മുടെ ശരീരത്തിന് ഊർജം തരുന്ന ഭക്ഷണത്തോടും നമുക്ക് ചുറ്റുമിരിക്കുന്നവരോടുമുള്ള നമ്മുടെ ബഹുമാനത്തിന്റെ ഒരു പ്രതിഫലനം കൂടിയാണത്. ഈ വ്യത്യാസം ഒന്നു നോക്കൂ. ഒരു വശത്ത് ആക്രാന്തവും അശ്രദ്ധയുമാണ്, എന്നാൽ മറുവശത്ത് ശാന്തവും ശ്രദ്ധയോടെയുമുള്ള ഭക്ഷണരീതിയാണ്. ശബ്ദമുണ്ടാക്കാതെ ചെറിയ ഉരുളകളായി ആസ്വദിച്ചു കഴിക്കുന്നത് നമ്മുടെ സംസ്കാരത്തെ മാത്രമല്ല, നമ്മുടെ മനസ്സിന്റെ സമാധാനത്തെ കൂടിയാണ് കാണിക്കുന്നത്. ഈ ഒരു വാചകം നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒന്നാണ്. നമുക്ക് മുന്നിലെത്തുന്ന ഭക്ഷണത്തോട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. ഇത് നമ്മുടെ സംസ്കാരത്തിൽ ആഴത്തിൽ വേരൂന്നിയൊരു തത്വമാണ്. അന്നം ബ്രഹ്മമാണ്. അന്നത്തെ അപമാനിക്കാൻ പാടില്ല. അപ്പോ നമ്മൾ ഇതുവരെ സംസാരിച്ചതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. മര്യാദയുടെയും അച്ചടക്കത്തിന്റെയും ഈ ചെറിയ പ്രവൃത്തികളൊന്നും വെറും നിയമങ്ങളല്ല, മറിച്ച് മനോഹരമായൊരു ജീവിതം നയിക്കുക എന്ന കലയിലെ ഓരോ ബ്രഷ് സ്ട്രോക്കുകളെപ്പോലെയാണവ. അപ്പോ ആരാണ് സംസ്കാര സമ്പന്നനായ ഒരു വ്യക്തി? തെറ്റുപറ്റിയാൽ മടിയില്ലാതെ ക്ഷമ ചോദിക്കുന്നയാൾ, മറ്റുള്ളവർക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കുന്നയാൾ, കൊടുത്ത വാക്ക് പാലിക്കുന്നയാൾ. ഇവരാണ് ശരിക്കും സൗന്ദര്യമുള്ള വ്യക്തിത്വത്തിന്റെ ഉടമകൾ. അവസാനം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. നമ്മുടെ യഥാർത്ഥ സൗന്ദര്യം വെളിപ്പെടുന്നത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ല, മറിച്ച് ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് നമ്മൾ കരുതുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ കാണിക്കുന്ന സത്യസന്ധതയിലും മര്യാദയിലുമാണ്. അതെ, ഇതാണ് ഇന്നത്തെ നമ്മുടെ യാത്രയുടെയെല്ലാം കാതൽ. പുറമെയുള്ള അലങ്കാരങ്ങൾ ഒരുനാൾ മാഞ്ഞുപോകും, എന്നാൽ സ്വഭാവത്തിലെ സദ്ഗുണങ്ങളാകുന്ന സൗന്ദര്യം എന്നും നിലനിൽക്കും. അത് കൂടുതൽ തിളങ്ങുകയേയുള്ളൂ. അപ്പോൾ ഈയൊരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിട്ടുതരികയാണ്. നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ സൗന്ദര്യമുള്ളതാക്കാൻ ഇന്ന് ഏത് ചെറിയ സദ്ഗുണമാണ് നിങ്ങൾ പരിശീലിക്കാൻ തീരുമാനിക്കുന്നത്? കാരണം മനോഹരമായി ജീവിക്കുക എന്ന കല തുടങ്ങുന്നത് നമ്മൾ ബോധപൂർവം വയ്ക്കുന്ന ഒരൊറ്റ ചെറിയ ചുവടിൽ നിന്നാണ്.